ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഇൻസ്റ്റൻറ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും സെൻറ്റർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വെറും 10 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ അവിലിന് പകരമായിട്ട് ചോറ് ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അവിൽ ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിന് ചൂട് കൂടുതലായി പോകരുത്, ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇതൊരു ഇൻസ്റ്റൻറ്റ് പാലപ്പമായതുകൊണ്ട് ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തരികളൊന്നുമില്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കട്ടിയിൽ തന്നെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. മാവ് കട്ടി കൂടുതലാണെങ്കിൽ പിന്നീട് നമുക്ക് വെള്ളം ചേർത്തിട്ട് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി കഴുകിയിട്ട് ഈ മാവിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിന് തയ്യാറാക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നല്ല ചൂടുള്ള സമയത്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മാവ് ഇവിടെ നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് നമ്മുടെ മാവ് ഇവിടെ 10 മിനിറ്റിൽ ഫെർമെൻ്റ് ആയി കിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. അധികം അങ്ങോട്ട് വെള്ളം കൂടി പോകരുത്. അപ്പോൾ ഇവിടെ നമ്മളെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ ചുറ്റിച്ചെടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം പുറത്തേക്ക് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും അപ്പം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണിത്. പിന്നെ അരിപ്പൊടി നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറും 10 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സെൻറ്റർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റി ആട്ടോ. ഇനി ഞാനിത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റാണെന്ന്. ഇത് ഉണ്ടാക്കി കുറേ നേരം കഴിഞ്ഞാലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.